ഹായ്. അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 2 ഓഗസ്റ്റ് 2024 ഫ്രൈഡേ ആണ്. നാളെ സാറ്റർഡേ, സൺഡേ, മൺഡേ സിവിക് ഡേ ആണ്, അതും ഹോളിഡേ ആണ്. അപ്പോൾ ഞാനിങ്ങനെ സൈക്കിളിലിങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പൊതുവേ എന്തെങ്കിലും യൂട്യൂബിൽ കേട്ടോ മറ്റോ ആണ് സഞ്ചരിക്കാറുള്ളത്. അപ്പോൾ ഒന്നിങ്ങനെ റീലിങ്ങനെ വെറുതെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഹിച്ച് ഹൈക്കിംഗ് നോമാഡ്, അത് അവരെ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ഹിച്ച് ഹൈക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ലിഫ്റ്റ് അടിച്ചിട്ട് ഇങ്ങനെ ലിഫ്റ്റ് ഇങ്ങനെയല്ല കാണിക്കുക, ലിഫ്റ്റ് അടിച്ച് ഇങ്ങനെ സഞ്ചരിക്കുന്നതിനാണ് ഹിച്ച് ഹൈക്കിംഗ് എന്ന് പറയാം. അപ്പം അവനിട്ട ഇൻസ്റ്റാഗ്രാം ഐ ഡി ഹിച്ച് ഹൈക്കിംഗ് നോമാഡ് എന്നാണ്. മാഡല്ല, ഹിച്ച് ഹൈക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. അവൻ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ അവനൊരു കരയുന്ന ഇത് മാത്രം ഷൂട്ട് ചെയ്തിട്ട് ഇട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ അതിന് പല ആൾക്കാരും കമൻ്റ് ഇട്ടത് എന്തിനാണ് ക്യാമറ എടുത്തിട്ട് കരയുന്നതെന്ന് പറഞ്ഞിട്ടാണ്. അവനതിൽ മെയിനായിട്ട് കൊടുത്തത് ഫലസ്തീൻ വിഷയമാണ്. അതായത് കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നുണ്ട്, കാര്യങ്ങളൊക്കെ. ഇതിൽ ചില ആൾക്കാർ കമൻ്റ് അടിച്ചിട്ടുണ്ട്, അത് ഹമാസിൻ്റെ കുറ്റമല്ലേ, അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഉക്രൈനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആളുകളുടെ കമൻ്റ് ഇട്ടിട്ടുള്ളത്. അപ്പം ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു ഡെസ്റ്റിനി ഉണ്ട്. നമ്മുടെ ഓഫീസിൽ തന്നെ ഒരിക്കൽ ഒരാൾ ചോദിച്ചതാണ്, ദൈവം നീതിമാനല്ലേ എന്ന്. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിച്ചപ്പം അവരെന്ന് പറഞ്ഞ മറുപടി, എന്തുകൊണ്ട് നമ്മളെ പാവപ്പെട്ടവരെന്നല്ല, ലോ ഇൻകം ആയിട്ടുള്ള ആൾക്കാരായി ജനിപ്പിച്ചു, ചില ആൾക്കാരെ ഹൈ ഇൻകം ഉള്ള ആൾക്കാരായിട്ട് എന്തുകൊണ്ട് ജനിപ്പിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞ മറുപടി. അപ്പോൾ ഞാൻ കൊടുത്ത മറുപടി, എൻ്റെ ഒരു സെൻസിൽ വന്ന മറുപടി ഇതാണ്, ദൈവം എല്ലാവരെയും പണക്കാരനായും ഒക്കെ ജനിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ ജോലി പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ, ഞാൻ വീട്ടിലിരുന്നാൽ മതിയല്ലോ. അപ്പോൾ ആരും ജോലി പോകില്ല. ആരും ജോലി പോകാതിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ കാർഷികം, അല്ലെങ്കിൽ കൃഷിയിടം, അല്ലെങ്കിൽ വേറെ പ്രൊഡക്ഷൻ, ഇതൊക്കെ എങ്ങനെ നടക്കുക, എങ്ങനെ ഒരു ഗവൺമെൻറ് റൺ ചെയ്യും, എങ്ങനെ ഉൽപ്പാദനം ഉണ്ടാവും, ഇതൊക്കെ വലിയ വിഷയമല്ല. അപ്പോൾ എല്ലാത്തിൻ്റെ പിന്നിലും ഓരോരോ സംഗതികളുണ്ടാവും. അത് ഇവൺ അക്രമങ്ങൾ നടക്കുകയാണെങ്കിലും അതിൻ്റെ പിന്നിലും ഓരോ റീസൺ ഉണ്ടാവും. അത്യാഗ്രഹികളായ ഭരണാധികാരികൾ വരുമ്പം, അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തിന് വേണ്ടി പോരാടുന്നത്, യുക്രൈൻ റഷ്യ വിഷയത്തിൽ നമുക്കറിയാം. ഇപ്പം നമ്മുടെ കൺട്രി ഇന്ത്യ ആണെങ്കിലും നമ്മളെ നൈബറിങ് കൺട്രി നമ്മുടെ എഗെയിൻസ്റ്റ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? തീർച്ചയായും അതിനെ തടയിടാൻ എന്തെങ്കിലും ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, ബംഗ്ലാദേശ് ഉയർന്നുകൊണ്ടിരിക്കുക കേട്ടോ, ഇന്ത്യയെക്കാളും ഉയർന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ അവിടെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. അത് ഓഫീസിലുള്ള ഒരു ശ്രീലങ്കാരൻ പറഞ്ഞത് അത് പിന്നെ ഇന്ത്യക്കാരുണ്ടാക്കിയ വിഷയമെന്നാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് എന്താണെന്ന് അറിയില്ല, അവിടുത്തെ വിഷയം ഇതാണ്. അപ്പോൾ ഞാൻ പിന്നെ അതിന് ശേഷം പിന്നീട് ഒരു ബംഗ്ലാദേശുകാരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഷെയ്ഖ് ഹസീന ഇന്ത്യൻ സപ്പോർട്ടറാണല്ലോ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത്, അതിപ്പോൾ നമുക്കെന്താ ചെയ്യാൻ കഴിയുക? കാരണം നിങ്ങളെ കൺട്രിയുടെ പ്രധാനമന്ത്രി തന്നെ നിങ്ങളെ കൺട്രീനെ ഇഷ്ടമല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? എന്തായാലും ഫലസ്തീൻ ഇസ്രായേൽ വിഷയം ആണെങ്കിൽ അതിൽ മെയിനായിട്ട് ഞാൻ നോട്ട് ചെയ്ത പോയിൻ്റ് ഹമാസ് ചെയ്തു കൂട്ടുന്ന ദ്രോഹങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വേറെ ഏതെങ്കിലും രാജ്യക്കാർ കയറി വരികയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കയറി വരികയാണ്, സോൾജേഴ്സോ ഗവൺമെൻറ്റോ ഒന്നുമില്ല, നമ്മളെന്ത് ചെയ്യും? നമ്മൾ തന്നെ ഇറങ്ങി അതിനെ അവരെ തുരത്താൻ വേണ്ടി നോക്കും. അത് ഹമാസാണ്. ഒരു രാജ്യത്തിന് വേണ്ടി പോരാടുമ്പം ആ രാജ്യത്തിൻ്റെ കൂടെ നിൽക്കുകയാണ് അവിടുത്തെ ആൾക്കാർ. അല്ലാതെ അത് എനിക്ക് തോന്നുന്നില്ല ഫലസ്തീൻ്റെ ആളുകൾക്ക് ഇങ്ങനെയുള്ള ദുരിതങ്ങൾ വരുന്നത് കൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് തോന്നുന്നില്ല, അറിയില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഒരു ദേശസ്നേഹമൊക്കെ വെച്ച് പറയുകയാണ്, നമ്മുടെ നാടിന് ഗവൺമെൻറ് ഇല്ലയെന്ന് വിചാരിക്കുക, പട്ടാളക്കാരും ഇല്ല. അപ്പം വേറെ ആരെങ്കിലും നമ്മുടെ നാട്ടിൽ നുഴഞ്ഞു കയറിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണല്ലോ പോരാടുക.
അപ്പോൾ അതിന് ഹമാസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഉക്രൈൻ റഷ്യ വിഷയമാണെങ്കിൽ റഷ്യ പലപ്പോഴും മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആർക്ക്, പിന്നെ ഉക്രൈന് വേണ്ടി. അവർ നാറ്റോ സഖ്യത്തിൽ ചേരും. നാറ്റോ സഖ്യം എന്ന് പറഞ്ഞാൽ പിന്നെ അത് റഷ്യക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പം അതിൽ ചേരുന്നതിന് കുറേ വാണിംഗ് കൊടുത്തു, അവർ കേട്ടില്ല. അങ്ങനെ അവസാനം അവരടിച്ചു. അത്രയാണ് അതിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ചില പ്രധാനമന്ത്രിമാർ അല്ലെങ്കിൽ പ്രസിഡൻറ്റോ ഏതാണെന്നറിയില്ല അവിടെ പവർ. ഇപ്പോൾ ഇന്ത്യയിൽ പ്രധാനമന്ത്രിയാണെങ്കിൽ USA പ്രസിഡൻ്റ് അല്ലേ ഒരു എപ്പോഴും നമ്മൾ കേൾക്കുന്നത്. അപ്പം ചിലത് ചില ആൾക്കാർ ഹീറോയിസം കാണിക്കും, അതൊക്കെ അവരുടെ ഡിസിഷനാണ്. ഓരോരോ പ്രശ്നങ്ങൾ വരും, അതിനെ സമാധാനത്തോടു കൂടെ നേരിടാമെന്നുള്ളതൊക്കെയാണ് അതിൻ്റെ പിന്നിൽ ചെയ്യേണ്ടത്.